ബദാം മിൽക്കിന്റെ പോഷക ഗുണങ്ങൾ മനസ്സിലാക്കൂ. ഇക്കാലത്ത് സൂപ്പർമാർക്കറ്റുകളിൽ ചെന്നാൽ പാലുകളുടെ ഒരു നീണ്ട നിര തന്നെ കാണാൻ സാധിക്കും. കൊഴുപ്പ് കളയാത്ത പാൽ, 2% കൊഴുപ്പുള്ള പാൽ, സോയാ മിൽക്ക്, ബദാം മിൽക്ക് അങ്ങനെ നീളുന്നു നിരയിൽ നിന്ന്. ഏതാണ് തിരഞ്ഞെടുക്കുക എന്ന ആശയക്കുഴപ്പം നമുക്ക് ഉണ്ടായേക്കാം. ഏതാണ് ഗുണകരം എന്നാവും നാം ചിന്തിക്കുക. ബദാം മിൽക്ക് ഒരു പാൽ ഉൽപ്പന്നമല്ല. ഇത് ആരോഗ്യഭക്ഷണങ്ങളുടെ പട്ടികയിലെ ഒരു പുതിയ കൂട്ടിച്ചേർക്കലാണ്. പ്രധാനമായും ബദാമിൽ നിന്നും ഉണ്ടാക്കുന്ന സസ്യജന്യമായ പാലാണിത്. ഇതിന് പാൽപ്പാടയുടെ നിറം അല്ലെങ്കിൽ ഇളം തവിട്ടു നിറമായിരിക്കും. നേർമയുള്ളതും സ്വാദുള്ളതുമായിരിക്കുമിത്. കാലറി കുറവ്. നിങ്ങൾ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ബദാം മിൽക്ക് തിരഞ്ഞെടുക്കാം. 1 കപ്പ് ബദാം മിൽക്കിൽ ഏകദേശം 60 കാലറി മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. അതേസമയം 2% കൊഴുപ്പടങ്ങിയ പാലിൽ ഏകദേശം 124 കാലറിയാണ് അടങ്ങിയിരിക്കുന്നത്. ചർമ്മത്തിന് തിളക്കം നൽകും. ചർമ്മത്തിന് അല്പം തിളക്കം നൽകാൻ ആഗ്രഹിക്കുന്നുവോ? ബദാം മിൽക്കിലേക്ക് ചുവടുമാറ്റുക. ഇതിൽ ധാരാളം വൈറ്റമിൻ ഇ അടങ്ങിയിരിക്കുന്നതിനാൽ ചർമ്മത്തിന് ഗുണപ്രദമാണ്. ഹൃദയാരോഗ്യത്തിന്. നിങ്ങളുടെ ഹൃദയാരോഗ്യത്തിന്റെ ഏറ്റവും വലിയ 2 ശത്രുക്കളാണ് കൊളസ്ട്രോളും പൂരിത കൊഴുപ്പും. ഇവ ബദാം മിൽക്കിൽ അടങ്ങിയിട്ടില്ലാത്തതിനാൽ ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഒരു പാനീയമായി ഇതിനെ കണക്കാക്കാം. ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ബദാം മിൽക്കിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നു. 1 കപ്പ് ബദാം മിൽക്കിൽ 1 ഗ്രാം നാരുകളാണ് അടങ്ങിയിട്ടുള്ളത്. ഇത് ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. കണ്ണുകൾക്ക് ഗുണപ്രദം. ബദാം മിൽക്കിൽ ധാരാളം വൈറ്റമിൻ എ അടങ്ങിയിരിക്കുന്നു. ഇത് കണ്ണുകൾക്ക് ഗുണപ്രദമായതിനാൽ കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു. കാർബോഹൈഡ്രേറ്റുകൾ കുറവാണ്. മധുരം ചേർക്കാത്ത ബദാം മിൽക്കിൽ കാർബോഹൈഡ്രേറ്റുകൾ വളരെ കുറവായിരിക്കും. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ നില അല്പം ഉയർത്തുമെങ്കിലും വലിയ തോതിലായിരിക്കില്ല. അതിനാൽ പ്രമേഹമുള്ളവർക്കും കഴിക്കാൻ സാധിക്കും. എല്ലുകളുടെ ആരോഗ്യത്തിന് ഗുണകരം. സ്വാഭാവികമായി ബദാം മിൽക്കിൽ കാൽസ്യം കുറവായിരിക്കും. എന്നാൽ സമ്പുഷ്ടമാക്കിയ ബദാം മിൽക്കിൽ ആവശ്യം വേണ്ട കാൽസ്യവും വൈറ്റമിൻ ഡിയും അടങ്ങിയിട്ടുണ്ട്. ഇത് ആർത്രൈറ്റിസ്, ഓസ്റ്റിയോപൊറോസിസ് എന്നിവയിൽ നിന്നുള്ള സംരക്ഷണം നൽകും. കാൽസ്യത്തിന്റെയും വൈറ്റമിൻ ഡിയുടെയും നില അറിയുന്നതിനായി ബദാം മിൽക്കിന്റെ ലേബൽ ശ്രദ്ധിക്കുക. ബദാം മിൽക്ക് ആർക്കൊക്കെ ഗുണപ്രദമായിരിക്കുന്നു എന്ന് പറയാം. പാലുൽപ്പന്നങ്ങൾ കഴിക്കാത്ത സസ്യാഹാരികൾക്ക്, ലാക്ടോസ് അലർജിയുള്ളവർക്ക്, കാരണം ബദാം മിൽക്കിൽ ലാക്ടോസ് അടങ്ങിയിട്ടില്ല. ബദാം മിൽക്കിൽ കാലറിയും കാർബോഹൈഡ്രേറ്റുകളും പഞ്ചസാരയുടെ അളവും കുറവായതിനാൽ ശരീരഭാരം കൂടാതെ ശ്രദ്ധിക്കുന്നവർക്ക് ഗുണപ്രദമാണ്. ബദാം മിൽക്ക് വീട്ടിലുണ്ടാക്കാൻ സാധിക്കുമോ എന്ന് നോക്കാം. ബദാം മിൽക്ക് വീട്ടിലുണ്ടാക്കാൻ സാധിക്കും. ഇതിനായി ബദാം പരിപ്പ് രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് കുതിർക്കുക. രാവിലെ ഇതിന്റെ തൊലി കളഞ്ഞ ശേഷം വെള്ളം ചേർത്ത് അരച്ചെടുക്കുകയും ഖരപദാർത്ഥങ്ങൾ ഒഴിവാക്കുന്നതിനായി പിഴിഞ്ഞെടുക്കുകയും ചെയ്യുക. 1 കപ്പ് ബദാം മിൽക്കിനായി 70-75 ബദാം പരിപ്പ്, ഏകദേശം 85 ഗ്രാം ആവശ്യമായി വരും. ബദാം മിൽക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. സാധാരണ പാലിന് പകരം ചായ, കാപ്പി എന്നിവയിൽ ചേർക്കാം. ഇഷ്ടപ്പെട്ട ഫ്ലേവറുകളിൽ മിൽക്ക് ഷേക്കുകളും സ്മൂത്തികളും ഉണ്ടാക്കാം. സാധാരണ പാൽ ഒഴിവാക്കി കാലറി കുറഞ്ഞ ഐസ്ക്രീമുകളും പുഡിങ്ങുകളും ഉണ്ടാക്കാം. സൂപ്പുകളിലും സോസുകളിലും ചേർക്കാം. കറികളിൽ ചേർത്ത് രുചി വർദ്ധിപ്പിക്കാൻ സാധിക്കും. സാധാരണ പാലിനു പകരം കേക്കുകളിലും ബിസ്ക്കറ്റുകളിലും ചേർക്കാം. ശരീരഭാരം കുറയ്ക്കുന്നതിന് ശ്രമം നടത്തുന്നവർക്ക് ബദാം മിൽക്ക് നല്ലൊരു തിരഞ്ഞെടുപ്പായിരിക്കും. ഹൃദയാരോഗ്യത്തിന് സഹായിക്കുമെന്നതിനുപരി പ്രമേഹ രോഗികൾക്കും ബദാം മിൽക്ക് ഗുണകരമാണ്. എന്നാൽ സമ്പുഷ്ടമാക്കപ്പെടാത്ത ബദാം മിൽക്കിന് പശുവിൻ പാൽ നൽകുന്നതുപോലെ കാൽസ്യവും പ്രോട്ടീനും നൽകാൻ സാധിക്കില്ല. അതിനാൽ ബദാം മിൽക്ക് മാത്രം ഉപയോഗിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ മറ്റു ഭക്ഷണങ്ങളിൽ നിന്ന് ആവശ്യമായ തോതിൽ കാൽസ്യവും പ്രോട്ടീനും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ബദാം മിൽക്കിൽ ചില പ്രധാന പോഷകങ്ങൾ അടങ്ങിയിട്ടില്ലാത്തതിനാൽ കുട്ടികൾക്ക് അനുയോജ്യമായിരിക്കില്ല എന്ന കാര്യവും ശ്രദ്ധിക്കുക.